അതായത് നമ്മളിത് നശിച്ചു കാണാനല്ല, ഇത് നശിക്കാതിരിക്കാനുള്ള ആവശ്യത്തിനാണ് നമ്മളിത് പറയുന്നത്. എനിക്ക് സീറ്റ് ഒന്നും വേണ്ട, എനിക്ക് സീറ്റ് വേണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചോളാം. ഈ തവണ എന്നോട് സീറ്റ് മത്സരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. വാസ്തവത്തിൽ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേ ഞാൻ ആളെന്നും പറയുന്നില്ല, നോമിനേഷൻ നാളെ നോമിനേഷൻ കൊടുത്ത് തീരേണ്ട ലാസ്റ്റ് ഡേ ആണ്. കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ CEO പറയുകയാണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡിക്ലെയർ ചെയ്യുകയാണ്, ഇതാണ് എനിക്ക് നിങ്ങളൊന്നും പറയുന്നത് കേൾക്കണം, ദിസ് ഇസ് മൈ ഡിസിഷൻ, യു ഫോളോ ഇറ്റ്. അങ്ങനെയല്ല ഇത് വരുന്നത്. നൗ ഇഫ് ദിസ് വേ BJP ഗോസ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ഡിസാസ്റ്റർ. ഐ ഹാവ് ടു ടെൽ യു ഫ്രാങ്ക്ലി. മാത്രമല്ല, ഇത് ആര് എന്നോട് വിഷമിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ BJP മെമ്പർ അല്ലാത്തത്, എനിക്ക് മെമ്പറാകാൻ പറ്റാത്തത് കൊണ്ടൊന്നുമല്ല. ഏതെങ്കിലും നേതാക്കന്മാർ ഇതെടുത്തിട്ട് കേരളത്തിലേക്ക് ഇതൊക്കെയാണ് വന്നത്, ഒരു നേതാവ് പ്രസംഗിക്കുന്ന സമയത്ത് ഒരു 10 പോയിന്റ് എടുത്ത് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാകും, ഓ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലേ എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന സമയത്ത് അവർ വോട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ഒരു കൊതിക്കറിവ് കൊണ്ടോ അല്ല, അതിനാ മലയാളത്തിലൊരു വേണ്ടതാണ് നമ്മളിത് പറയുന്നത്. നമ്മളിവർ നന്നാകണം, ഇവർ നശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോഴും മുൻകൂട്ടി പറയുന്നത്. ഈ പോക്ക് അപകടത്തിലേക്കാണ്. നിങ്ങൾ ഈ വിധത്തിൽ പോയിട്ട് ഈ 5-6% വേണ്ടിയിട്ട് നിങ്ങൾ 30-35 അല്ലെങ്കിൽ 40% ഇല്ലാതാക്കരുത്. അതുപോലെ യു ഹാവ് ടു ഔട്ട്റീച്ച് ടു ഹിന്ദുസ് ഫസ്റ്റ്. ഇത്രയും ചെറിയ പെർസെൻറ്റേജ് ഓഫ് വോട്ടിന് വേണ്ടി ഇവർ ഇത്ര നാണം കിടുന്നതിനാണ്. അവർ വന്നുകൊള്ളും. ഒന്ന്, നമ്മൾ ശരിയായ കാര്യങ്ങൾ ശരിയായ പോലെ ചെയ്യും എന്ന് മാത്രം കാണിച്ചു കൊടുത്താൽ മതി. അതിൽ നല്ലൊരു ഭാഗം പേര് നല്ല ദേശീയബോധമുള്ളവരാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ വെച്ച് ഉണ്ടാകുന്ന സമയത്ത് ജനറൽ നിയാസി സറണ്ടർ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു ലഫ്റ്റനന്റ് ജനറൽ ജേക്കബ്, അങ്ങനെയുള്ള വളരെ ദേശീയബോധമുള്ള ക്രിസ്ത്യൻസ് ധാരാളമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഏത് ഹിന്ദുവിനേക്കാളും ദേശീയബോധമുള്ള ക്രിസ്ത്യൻസ് ധാരാളമുള്ളൊരു സ്ഥലമാണ്. നമുക്ക് അതേ കാര്യത്തിനെ പറ്റിയൊന്നും ഒരു സംശയവും വേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊന്നും അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു കാര്യം, PC ജോർജിൻ്റെയും ഷോൺ ജോർജിനെയും BJP നേതൃത്വം തള്ളിപ്പറയുന്നു. പക്ഷേ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ക്രിസ്ത്യാനികളെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കുന്ന ക്രിസ്ത്യാനികൾ ചേഞ്ചിന് മാറുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ചേഞ്ചിന് അത് യാഥാർത്ഥ്യം ഒരു ജൈവികമായ പ്രക്രിയയാണ്, അവർക്ക് മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ്. പക്ഷെ അതിന് ഇത്രത്തോളം മുട്ടിലിടേണ്ട കാര്യം എന്താണെന്ന് പലപ്പോഴും ഞാനും ചിന്തിക്കാറുണ്ട്. സാറ് ചിന്തിക്കുന്ന അതേ വേഗത്തിൽ തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. ഇത് എനിക്കും മനസ്സിലായിട്ടില്ല. അതായത് അവർ മാറാൻ തയ്യാറാണ്, കുറച്ച് പേര് മാത്രമാണ് മാറാൻ തയ്യാറല്ലാത്തുള്ളത്. ആ മാറ്റത്തിനെ അവരെ വിധേയരാക്കാനായിട്ട് അനുവദിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. സഭാ നേതൃത്വമാണ്, ഒരുപക്ഷെ കേരളത്തിലെ ബിഷപ്പുമാരാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാകുന്നത്, രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. ഒരേ സമയത്ത് നമ്മൾ ഇവരെ രണ്ടിനും, PC ജോർജിനെയും ഷോൺ ജോർജിനെയും തള്ളിപ്പറയുന്നു. അവർ ഔട്ട്സ്പോക്കൺ ആയതുകൊണ്ടായിരിക്കാം ഇനി വോട്ട് കിട്ടാത്തതെന്ന് വാദിക്കാൻ ഒരു സാധ്യതയുണ്ട്, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അനൂപ് ആന്റണിക്കും ജോർജ് കുര്യനും ജയിച്ചു പോകേണ്ട ആൾക്കാരാണ്. അപ്പൊ അതിന് മറുപടി BJP നേതൃത്വം. അത് മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 2000-ലധികം ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സ് 25 പേരാണ് ജയിച്ചത്. ആ 25 പേരും ഹിന്ദു മെജോറിറ്റി വാർഡുകളിലാണ് ജയിച്ചത്. അപ്പൊ അത് ഇവർ മനസ്സിലാക്കണം. അതായത് ഒരു യഥാർത്ഥ ഒരു പഠിക്കാത്തതിന്റെ ഒരു പ്രശ്നമാണ് BJP നേതാക്കൾ. തീർച്ചയായിട്ടും ഇവർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇവരിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ള, ഇവരെ ഗൈഡ് ചെയ്യുന്ന സെൻട്രൽ ലീഡർഷിപ്പിൽ നിന്ന് വരുന്നവരും കേരളത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല, കേരളത്തിന്റെ പോപ്പുലേഷൻ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, ഇവിടെയുള്ള വോട്ടിംഗ് പാറ്റേണിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, ഇവിടെയുള്ള സാമുദായിക ധ്രുവീകരണങ്ങളെ കുറിച്ച് പഠിച്ചിട്ടില്ല, ഇവിടെയുള്ള എന്താണ് കേരളത്തെക്കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല ഇവർ. അതുപോലെ തന്നെ ഞാൻ റോഡ് ഷോ പറ്റി ഞാൻ എഴുതിയായിരുന്നു, ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ഓരോ റോഡ് ഷോ മിനിമം 1000 വോട്ട് നശിപ്പിക്കുന്നത്. കാരണം കേരളത്തിലുള്ളവരൊന്നും റോഡ് ഷോയിലൊന്നും വലിയ ആകർഷകരേ അല്ല. കാരണം നമ്മൾ നിഷ്പക്ഷ വോട്ടേഴ്സ് പലരും, നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ ഒരു റോഡ് ബ്ലോക്കായാൽ ഇനി ഞാൻ ഇവന് വോട്ട് ചെയ്യില്ല എന്ന് കൊടുക്കുള്ളൂ. അല്ലാതെ ഒരാളും മാത്രമല്ല, റോഡ് ഷോയിൽ ആരാ വന്ന് നിൽക്കുന്നത്? പരിചയമുള്ള ആൾക്കാരാണ്, വോട്ട് 100% ഉറപ്പുള്ള ആൾക്കാരാണ്. അവരെ കൈ കാണിക്കുന്നതിലും അർത്ഥമില്ല. അതിന് പകരം ഒരു സമ്മേളനം നടത്തുകയാണെങ്കിൽ അതിൽ പറഞ്ഞു കൊടുക്കാം, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്, അത് ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനൊക്കെ പകരം നമ്മുടെ ഒരു ഹയറപ്പ് എന്തെങ്കിലും പറയുന്ന സമയത്ത്, അല്ല നേതൃത്വമേ ഇതാണ് കേരളത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു തന്റെ ഇടം താഴെയുള്ളവർക്ക് ഉണ്ടാകണം. അതെന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഭാഷയുടെ പരിമിതി കാണും. സുരേഷിനൊക്കെ എനിക്കൊന്ന് ഭാഷയുടെ പരിമിതി ഉണ്ടെന്ന് തോന്നുന്നു. ഹിന്ദി അറിയുന്നവരാണ്, പലരും ഹിന്ദി നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരാണ്, ഒക്കെ ഉണ്ട്.
അപ്പോൾ അതിൻ്റെ അല്ല, അത് വേണ്ട. അവർക്ക് അതാണെങ്കിൽ ആ താല്പര്യം എന്ന് വെച്ചാൽ അതിന് നിന്ന് കൊടുക്കുന്ന, അതായത് വളരെ തികഞ്ഞ ഒരു അടിമത്ത സ്വഭാവം ഞാൻ വാസ്തവത്തിൽ മറ്റേതൊരു പാർട്ടിയിലും കൂടുതലായിട്ട് ഞാൻ കാണുന്നത് BJP-യിലാണ്. അതായത് കേന്ദ്ര നേതൃത്വം പറയുന്ന അതേപോലെ അതൊരു കേഡർ സംവിധാനത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും പറയേണ്ട കാര്യങ്ങളൊക്കെ പറയണ്ടേ, അത് ഏതെങ്കിലും ഒരു വേദിയിൽ പറയണ്ടേ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇവരുടെ കോർ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയിൽ അതിൽ കൃത്യമായിട്ട് പറയാൻ സാധ്യതയുള്ള KS രാധാകൃഷ്ണനെ പോലുള്ളവരെ, അദ്ദേഹത്തിനെ പോലുള്ളവരെ എല്ലാം ഒഴിവാക്കി. അപ്പോൾ അതിൽ തീരുമാനങ്ങളാണ് പറയാണ്, ആ പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങളാണ് അത് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒരു തവണ കേട്ടത് ഇതാണ്, ഇന്ന ആളെ ഞാൻ നിങ്ങൾ മേയറായിട്ട് അങ്ങ് എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കും ഒബ്ജക്ഷൻ ഇല്ലല്ലോ എന്നാണ് ചോദ്യം വന്നത്. പക്ഷെ അത് നടന്നില്ല, അത് നടന്നില്ല, അങ്ങനെ നടന്നില്ല. അത് വേറൊരു കാര്യം. പക്ഷേ ആ രീതിയിലാണ് പ്രവർത്തനം. പ്രസിഡന്റ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് നോട്ട് എ ഡെമോക്രാറ്റിക് ഒരു ഫാക്ടറിയിലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല, കോർപ്പറേറ്റ് ഓഫീസ് അല്ലെന്ന് മനസ്സിലാക്കണം. There will be lot of criticisms. You should see people. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് ഉമ്മൻചാണ്ടി സാറൊക്കെ എക്സാമ്പിളാണ്. എത്ര ആൾ വന്നാലും കാണും, അതിപ്പോൾ 10,000 ആൾ ഒരു ദിവസം വന്നാലും കാണും, ആൻഡ് ഹി വിൽ ബി ഹാപ്പി ടു സീ ദം. പക്ഷേ ഇതങ്ങനെയല്ല, നേരെ മറിച്ച് ഇദ്ദേഹത്തിൻ്റെ ലെവലിലുള്ള ആൾക്കാർ വന്നാൽ മാത്രം കാണുകയും വഴി നിന്ന് നമ്മൾ കൈ കാണിച്ചാലും നമുക്ക് കാണാം. അങ്ങനെ വേണം പൊളിറ്റീഷ്യൻസ്, അപ്പോഴേ വോട്ട് കിട്ടുള്ളൂ. അതല്ലാതെ നിങ്ങൾ അവസാനം ഇറങ്ങി, അതുകൊണ്ടാണ് അതവരെ വോട്ട് ചെയ്തിരുന്നവർ പോലും പിന്നെ വോട്ട് ചെയ്യുന്ന സമയത്ത് പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് മറിച്ച് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വരുന്നത് ഇപ്പം പറയാൻ പറ്റില്ല. അതല്ലെങ്കിൽ വാസ്തവത്തിൽ എനിക്ക് അത്ഭുതം തോന്നിയത് ഇപ്പോൾ 2020-ക്കൊക്കെ ഇത്രയും സീറ്റ് കൊടുക്കേണ്ട കാര്യമില്ല, ഒരു കാര്യമില്ല. കേരളം മൊത്തമാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. അല്ല, എറണാകുളത്ത് മുഴുവനില്ല, 4 പഞ്ചായത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിക്ക് തൃപ്പൂണിത്തറ, കൊടുങ്ങല്ലൂര്, അവിടെ ABCD ഒരു ആളില്ല അവർക്ക്. അതായത് 2020-യുടെ ഒരാൾ പോലും ഇല്ലാത്തൊരു മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ. എൻ്റെ ബന്ധുക്കളെല്ലാം താമസിക്കുന്ന ഒരു മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ ആ മണ്ഡലത്തിൽ പോലും കൊടുത്തു കഴിഞ്ഞിട്ട് തൃപ്പൂണിത്തറ അതെ. അല്ല, അവിടെ ഉണ്ടായിരിക്കുന്ന BJP-ക്കാർ ആർക്ക് എന്തിനു വേണ്ടി വോട്ട് ചെയ്യുന്നു, എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്? അവസാനം എനിക്കൊന്ന് സംഘം ഇറങ്ങി വോട്ട് ബേസ് നശിക്കരുതെന്ന് സംഘം ഇറങ്ങി പ്രവർത്തിച്ചു എന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല. അത് അല്ല, കഴിഞ്ഞ തവണ അവരൊരു കാര്യം ചെയ്തു, സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അയ്യപ്പനെ അത്ര അധികം അവഹേളിച്ച സ്വരാജിനെ വോട്ട് ചെയ്യാനായിട്ട് അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ട്. സ്വരാജിനെ തോൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ തവണ ജയിപ്പിക്കാമായിരുന്നു. അതേ KS രാധാകൃഷ്ണൻ സാറിനെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിർത്തിയിരുന്നെങ്കിൽ സുഖമായിട്ട് KS രാധാകൃഷ്ണൻ സാറ് ജയിച്ചു വന്നാനെ. അപ്പം ഈ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ജയിക്കണം. അപ്പം നിയമം നോക്കിയപ്പോൾ ഏകദേശം 52 to 55% വോട്ടുണ്ട്. അത് 50%-ൽ മോർ വോട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാൽ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ജയിക്കുന്നുള്ള തോന്നലുണ്ടായി. അതുകൊണ്ട് 3 മാസം മുമ്പ് അങ്ങ് പ്രഖ്യാപിച്ചു ഞാനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. അപ്പോൾ അതിനൊരു പ്രോസസ് ഇല്ലേ? നിയോജകമണ്ഡലം അല്ല, വിച്ച് സ്റ്റേറ്റ് പ്രസിഡന്റ് ക്യാൻ ഡിക്ലെയർ ലൈക്ക് ദാറ്റ്? ചരിത്രത്തിൽ ആദ്യമാണ് അങ്ങനെ ഞാൻ പ്രഖ്യാപിക്കുന്നത്. അതൊരു ഓട്ടോക്രാറ്റിക് വേ ആണ്. അത് ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ CEO പറയാണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡിക്ലെയർ ചെയ്യാണ്, ഇതാണ് എനിക്ക് നിങ്ങളൊന്നും പറയുന്നത് കേൾക്കുന്നത്, ദിസ് ഇസ് മൈ ഡിസിഷൻ, യു ഫോളോ ഇറ്റ്. അങ്ങനെയല്ല ഇത് വരുന്നത്. Now, if this way BJP goes, it is going to disaster. I have to tell you frankly. മാത്രമല്ല, ഇത് ആര് എന്നോട് വിഷമിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ BJP മെമ്പർ അല്ലാത്തത് എനിക്ക് മെമ്പറാകാൻ പറ്റാത്തത് കൊണ്ടൊന്നുമല്ല. പക്ഷേ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടല്ലോ, പലരും നമ്മളെ ആക്രമിക്കാനുള്ള പ്രവണതയാണ് കാണിക്കുന്നത്. ഞാനത് ശ്രദ്ധിച്ചു. ഞാൻ സാറിൻ്റെ ഒരു വാർത്ത ചെയ്തപ്പോൾ അതിൻ്റെ താഴെ എനിക്കും സാറിന് സീറ്റ് കിട്ടുന്നതുകൊണ്ടാണെന്നുള്ള, അതുകൊണ്ടാണ് ഇത് പറയുന്നതെന്നുള്ള രീതിയിലാണ് അതിൻ്റെ താഴെ ആൾക്കാർ എഴുതുന്നത്. നോക്കൂ, എനിക്ക് ഇപ്പോൾ ഇവർ 2019 എന്നോട് മത്സരിക്കാൻ പറഞ്ഞിരുന്നു. ശ്രീധരൻപിള്ള അദ്ദേഹം എന്നോട് മത്സരിക്കണമെന്ന് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു ലോക്സഭാ ഇലക്ഷനിൽ. ഇൻഫാക്ട് ലോക്സഭാ ഇലക്ഷനിൽ ഞാനിവിടെ കുമ്മനത്തിൻ്റെ ചെയർമാനായിരുന്നു, കമ്മിറ്റി ചെയർമാനായിരുന്നു. അതുകൂടാതെ ശോഭാ സുരേന്ദ്രന് വേണ്ടി ആറ്റിങ്ങലിൽ 10-12 ദിവസം വർക്ക് ചെയ്തിരുന്നു. അതുപോലെ പത്തനംതിട്ട, പാലക്കാട്, അങ്ങനെയുള്ള കുറേയധികം സ്ഥലത്ത് പോയ ആളാണ്. അതിനുശേഷം CAA വന്ന സമയത്ത് ഞാനും അലി അക്ബറുമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച് നടന്ന ആൾക്കാർ. ഞാൻ ഇവിടുന്ന് പാറശാല മുതൽ
കാഞ്ഞങ്ങാട് വരെയുള്ള സ്ഥലങ്ങളിലേക്ക് എല്ലാ മേഖലകളിലും പോയി പ്രസംഗിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഒന്ന് അലി അക്ബറാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം. അതുകൊണ്ടാണ് ചില മീറ്റിങ്ങുകളിൽ ഞങ്ങൾ ഒരുമിച്ച് വരുമായിരുന്നു. CAക്ക് വേണ്ടി പ്രസംഗിച്ച് നടന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ശബരിമലയ്ക്ക് ഒന്നും ചെയ്യാതെ തന്നെ ഇഷ്ടംപോലെ കേസുകൾ, ഞാൻ പറഞ്ഞില്ലേ, 100 കണക്കിന് കേസ്, എത്രയാണെന്ന് DGPക്ക് പോലും പറഞ്ഞു തരാൻ പറ്റാത്ത കേസുകൾ ഉണ്ടായ സമയത്താണ്. 2021 ആക്ച്വലി ഇന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ P രാധാകൃഷ്ണൻ, അദ്ദേഹം എന്നെ ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്, എന്ന് ഇലക്ഷൻ നിൽക്കണം സ്ഥാനാർത്ഥിയായിട്ട്. ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് നമുക്ക് അല്ല, സീറ്റ് കിട്ടാനിട്ടൊന്നുമല്ല. അത് മാത്രമല്ല, എനിക്കിപ്പോൾ BJP തന്നെ നിന്ന് സീറ്റ് കിട്ടണമെന്നൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആരുടെ കൂടെ വേണമെങ്കിലും നിൽക്കാം. ഒരു സീറ്റിനാണെങ്കിൽ എനിക്ക് അങ്ങനെ ഡിമാൻഡില്ലാത്ത ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു അപകടം, ആ അപകടത്തിൽ നിലനിൽക്കേണ്ട ഒരു സാഹചര്യം എന്താണ് ഉള്ളതെന്ന് കണ്ടിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഞാനൊക്കെ. അപ്പോൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്, അയ്യോ ഇത് അങ്ങനെയല്ലല്ലോ പോകുന്നത് എന്ന് കാണുമ്പോൾ ഓക്കെ, ഇലക്ഷൻ വരെ നമ്മൾ മാക്സിമം അവരെ സഹായിക്കുകയും ചെയ്തു. ഓപ്പണായിട്ട് ഇപ്പം ഞാൻ ശ്രീലേഖയുടെ കേസിൽ കഴിയുന്നത്ര പോയി, അതേപോലെ കാട്ടാക്കട 1-2 ഇതിൽ പോയി. പിന്നെ പല സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഒരു മെഡിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അധികം ട്രാവൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ ഐ ലിമിറ്റഡ് ഇറ്റ്. പക്ഷെ ഞാൻ ഈ ബുക്കൊക്കെ തയ്യാറാക്കി കൊടുത്തിരുന്നു. കാരണം ഇത് ഇവരെ ഒന്ന് പ്രചരിപ്പിച്ചാൽ തന്നെ ഇവർക്ക് അത്ര ഒരു 5 to 10% വോട്ട് കൂടുതൽ കിട്ടുമായിരുന്നു. ഇത് മാത്രം പറഞ്ഞൊന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ ജനങ്ങൾ, ഏതെങ്കിലും നേതാക്കന്മാർ ഇതെടുത്തിട്ട് കേരളത്തിലേക്ക് ഇതൊക്കെയാണ് വന്നത്, ഒരു നേതാവ് പ്രസംഗിച്ച സമയത്ത് ഇതിൽ ഒരു 10 പോയിന്റ് എടുത്ത് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാകും, ഓ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലേ എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന സമയത്ത് അവർ വോട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ഒരു കൊതിക്കറിവ് കൊണ്ടോ അല്ല, അതിനാ മലയാളത്തിലൊരു വേണ്ടതാണ് നമ്മളിത് പറയുന്നത്. നമ്മളിവർ നന്നാകണം, ഇവർ നശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോഴും മുൻകൂട്ടി പറയുന്നത്. ഈ പോക്ക് അപകടത്തിലേക്കാണ്. നിങ്ങൾ ഈ വിധത്തിൽ പോയിട്ട് ഈ 5-6% വേണ്ടിയിട്ട് നിങ്ങൾ 30-35 അല്ലെങ്കിൽ 40% ഇല്ലാതാക്കരുത്. അതുപോലെ യു ഹാവ് ടു ഔട്ട്റീച്ച് ടു ഹിന്ദുസ് ഫസ്റ്റ്. ഹിന്ദുസിൽ തന്നെ ഇപ്പോൾ എന്നോട് കോണ്ടാക്റ്റ് ചെയ്യുന്ന ഇപ്പോൾ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട കുറേ പേരുണ്ട്. ഇപ്പോൾ ധീവര സമുദായത്തിൽപ്പെട്ട പലരും തന്നെയുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട പലരും പറയും, ഞങ്ങൾ പ്രസിഡന്റിനെ വിളിച്ചു, ജനറൽ സെക്രട്ടറി വിളിച്ചു, അവരൊന്ന് തിരിച്ചു വിളിക്കുക പോലും ചെയ്തിട്ടില്ല, ഒരു മര്യാദ ഇതുവരെ കാണിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞ നേതാവുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അതാണ് അവിടുത്തെ വർക്കിംഗ് സ്റ്റൈല്. അങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ ഒരാൾ അഥവാ വിളിച്ചിട്ടുണ്ടാകണം തിരിച്ചു വിളിക്കാനായിട്ട്. അതല്ലെങ്കിൽ മറ്റൊരു സീനിയർ ലീഡർ തിരിച്ച് വിളിച്ച് എന്താണെന്ന് കാര്യം അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇവർ. അപ്പോൾ ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഒരു കാഡർ പാർട്ടിയാണ്, അതുകൊണ്ട് എല്ലാവരും അങ്ങ് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ വോട്ട് ചെയ്തോളും, ജനങ്ങൾ അതനുസരിച്ച് വോട്ട് ചെയ്യും, ഞങ്ങളങ്ങ് ജയിച്ച് നേതാക്കന്മാരാകും, അതുപോലെ MLA-മാരാകും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകും എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനായിട്ട് തയ്യാറുള്ളവരല്ലാതെ ഇത്. പിന്നെ അതുപോലെ നമ്മൾ ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുന്ന സമയത്ത് എന്താണ്, ഇപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ കാഡേഴ്സ് എന്ന് പറയുന്നത് ഇത്രമാത്രം ഹാർഡ് വർക്കിങ്ങും ആത്മാർത്ഥതയും ഉള്ളൊരു കാഡർ വേറൊരു പാർട്ടിയിലുമില്ല. അത്ര ബുദ്ധിമുട്ടിയും അവർ മരിച്ച് ജോലി ചെയ്യും. അതാ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതേ, ഈ നേതാക്കന്മാർക്ക് കൂടുതൽ അഹങ്കാരം ഉണ്ടാകാനുള്ള ഒരു വഴി അതാ. പലപ്പോഴും പറയും, നിങ്ങളാരും പോവില്ലെന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾ എങ്ങോട്ടും പോവില്ല. കാരണം ഈ ഒരു ഫിക്സഡ് വോട്ട് ബാങ്ക്, അതാണ് അത്. ആ സംഘടനയോടുള്ള ആത്മാർത്ഥതയും കൂറും അത് മുതലെടുക്കുകയാണ് ഈ നേതാക്കന്മാർ പലരും ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ആ സംഘടനയോട് അവർ കാണിക്കുന്ന, അവരുടെ ജീവൻ കൊടുക്കാൻ കാണിക്കുന്ന ആ ഒരു സ്വഭാവം, അതിനെ പല നേതാക്കന്മാരും. അതുപോലെ എനിക്ക് പലപ്പോഴും കണ്ടിട്ടുള്ളത്, ഇവര് പലപ്പോഴും ഇവർക്ക് സഹായിക്കാൻ പറ്റുന്ന സമയത്ത് പോലും ഒരു സഹായവും കൊടുക്കുന്നതായിട്ട്. എത്ര BJPക്കാരന് ഒരു BJP നേതാവ് ഒരു 11-12 വർഷമാകുന്നു ഇപ്പോഴ്. സത്യത്തിൽ ഞാൻ ഇവരോട് ചോദിക്കുകയാണ്, ഈ മുതിർന്ന നേതാക്കന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നേതൃപാടവം കൊണ്ട് കേരളത്തിലെ എത്ര BJP കുടുംബങ്ങൾക്ക്, എത്ര BJP അർഹതയുള്ള BJPക്കാർക്ക് നിങ്ങൾ സഹായം കൊടുത്തിട്ടുണ്ട്? പലരും തിരുമല അനിലടക്കമുള്ളവർക്ക് ഈ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയില്ലല്ലോ. ഒരു സപ്പോർട്ട് ഒന്നുമില്ലെങ്കിൽ മാനസികമായിട്ടെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം മരണപ്പെട്ടില്ല. ഇതുപോലെയുള്ള 100 കണക്കിന് കേസുകളിൽ ഇപ്പം നമ്മളൊക്കെ പറയാറില്ലേ,
ഈ കേസുകൾ ഇപ്പോൾ 80,000 കുട്ടികൾക്കെങ്കിലും കേസുണ്ടായിട്ട് അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാനും പാസ്പോർട്ട് എടുക്കാൻ പറ്റുന്നില്ല, ഗവൺമെൻറ് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഈ മറ്റവരൊക്കെ ആണെന്ന് ഒരു ഗവൺമെൻറ് മാറി മറ്റേ ഗവൺമെൻറ് വരുമ്പോൾ എല്ലാ കേസും വിഡ്രോ ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറയാം, ഇത് ഇവർക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇപ്പൊ BJP-ക്കാർക്ക് അറിയുമെന്നറിയില്ല, കുറച്ച് പേർക്ക് അറിയാം. ഞാനിപ്പോൾ അത് ആദ്യമായിട്ടൊന്ന് റിവീൽ ചെയ്യുകയാണ്. അതായത് MG കോളേജിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. ഞാനൊരു പോലീസുകാരനെ പിടിച്ച ഇഷ്യൂ ഒക്കെ എന്താണ് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എന്തായാലും അന്ന് ഈ ബോംബെറിഞ്ഞവരെ ഞങ്ങൾ കൃത്യമായിട്ട് പിടികൂടിയിരുന്നു. കാരണം സിൽവർ നൈറ്റ് ടെസ്റ്റ് നടത്തിയിട്ട് അതിൽ കൃത്യമായിട്ട് എക്സ്പ്ലോസീവ് ഹാൻഡിൽ ചെയ്തവരുടെ ഇതെടുത്ത് വെച്ചിരുന്നു. ബാക്കി എല്ലാവരും നമ്മൾ ഒഴിവാക്കിയിരുന്നു. എന്തായാലും ആ കേസ് ബാക്കി ഉണ്ടായിരുന്നു, ചാർജ് ചെയ്ത് കിടക്കായിരുന്നു. അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന കുറേ കുട്ടികൾക്ക് പാരൻസിന്, അപ്പോൾ ആ കുട്ടികൾക്ക് ജോലി കിട്ടിയിട്ട് എങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ കണ്ടുവന്ന് പറഞ്ഞു അത് ആ കേസിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി സാറാണ് ആ കേസ് വിഡ്രോ ചെയ്ത് കൊടുത്തത്. മനസ്സിലായോ? ഇവർക്ക് പലർക്കും അറിയില്ല അത്. അപ്പം ഞാനിതൊക്കെ പറയുമ്പോൾ പലപ്പോഴും വിചാരിക്കും ഞാൻ കോൺഗ്രസ്സുകാരനാണ് അതുകൊണ്ടാണ് പറയുന്നത്. അല്ല, നമുക്ക് അങ്ങനെ പലപ്പോഴും ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ ചെയ്യേണ്ടത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരു 40-45 വർഷം RSSലും അതിൻ്റെ സംഘടന മറ്റു കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്ത ഒരാൾ ആളുടെ മകളുടെ ഒരു കല്യാണത്തിന് നേതാക്കന്മാരെ വിളിക്കാൻ വന്നിട്ട് ആരും കാണാൻ പറ്റാതെ കരഞ്ഞ് ശപിച്ചു പോകുന്ന കാര്യം എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് നമ്മൾ പറയുന്നു. അതായത് നമ്മളിത് നശിച്ചു കാണാനല്ല, ഇത് നശിക്കാതിരിക്കാനുള്ള ആവശ്യത്തിനാണ് നമ്മളിത് പറയുന്നത്. എനിക്ക് സീറ്റ് ഒന്നും വേണ്ട, എനിക്ക് സീറ്റ് വേണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചോളാം. ഈ തവണ എന്നോട് സീറ്റ് മത്സരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. വാസ്തവത്തിൽ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേ, ഞാൻ ആളെന്നും പറയുന്നില്ല, നോമിനേഷൻ നാളെ നോമിനേഷൻ കൊടുത്തു തീരേണ്ട ലാസ്റ്റ് ഡേ ആണ്. ഞാൻ ഹിന്ദു മത സമ്മേളനം കുളത്തൂർ മൊഴി, അത് കോട്ടയം ജില്ലയിലാണ്. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാൾ വന്നിട്ട് പറഞ്ഞു ഇന്ന ആൾക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല സാറിന് ഇന്ന മണ്ഡലത്തിൽ ഒന്ന് BDJS ടിക്കറ്റിൽ മത്സരിക്കാമോ എന്ന്. അപ്പം ഞാൻ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെന്താ BJP-യിൽ മത്സരിച്ചൂടെ? അപ്പം ഞാൻ അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ ആളോട് പറയുക, നോക്കൂ, ഞാൻ ഈ ഇലക്ഷനിൽ നിൽക്കാനായിട്ട് ഏതായാലും സാധ്യമല്ല, മെഡിക്കലി എനിക്ക് സാധ്യമല്ല, അങ്ങനെ നിൽക്കാനായിട്ട് സാധ്യമല്ല. കാരണം 30 അല്ലെങ്കിൽ 20 days 25 days എനിക്ക് സ്പെയർ ചെയ്യാൻ പറ്റില്ല, കാലത്തൊട്ട് വൈകിട്ട് വരെ സ്പെയർ ചെയ്യാൻ പറ്റില്ല, ആ കണ്ടീഷനാണ്. അതുകൊണ്ട് എനിക്ക് ഇലക്ഷന് ഏതായാലും നിൽക്കാൻ പറ്റില്ല, ഇനി BJP ആണെങ്കിലും BDJS ആണെങ്കിലും ഏതാണെങ്കിലും. അപ്പോൾ എന്നോട് ഈ തവണയും ചോദിച്ചിരുന്നു. അതൊരു പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ പേര് ഞാൻ പറയും വർക്കലയാണ്. എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതൊന്നും അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല ആർക്കും. അപ്പം നമുക്കത് കിട്ടാത്തതിൻ്റെ ഒന്നുമല്ല. പക്ഷേ ഇവർ നന്നാകണം, മറ്റുള്ളവരെക്കാളും വളരണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. അതനുസരിച്ച് അവർ പ്രവർത്തിച്ച് നന്നായി കേരളത്തിലും ഒരു BJP ഭരണം വരണമെന്നുള്ള ആഗ്രഹം മാത്രമേ നമുക്കുള്ളൂ. മനസ്സിലായോ? അത് നമ്മൾ ഇതുവരെ പിടിച്ചു നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊക്കെ കണ്ടമാനം പ്രഷറുണ്ട്. അതായത് ഇങ്ങനെ നിൽക്കുന്നവരുടെ കൂടെ നിൽക്കാത്ത ഇങ്ങ് തിരിച്ചു വന്നിട്ട് ഇപ്പം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, കോൺഗ്രസ്സിൽ ഒറ്റ OBC-കാരും വോട്ട് ചെയ്തെന്നും പറഞ്ഞു. കാരണം കഴിഞ്ഞ തവണ ഒരു OBC കമ്മ്യൂണിറ്റീസിൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് കേരളത്തിലെടുത്താൽ ഏകദേശം 40% വരും. അവർക്ക് കോൺഗ്രസ് കഴിഞ്ഞ തവണ കൊടുത്തിരുന്ന സീറ്റുകളുടെ എണ്ണം 10 ആണെന്ന് തോന്നുന്നു. കോൺഗ്രസ് UDF അതിൽ നിന്ന് അവരെ റെപ്രസെൻ്റ് ചെയ്യാനുണ്ടായത് ഒരു K ബാബു എന്ന് പറഞ്ഞ ഒരൊറ്റ ആൾ മാത്രമാണ്. അപ്പോൾ ഈ ഇലക്ഷനിൽ 20-21 മറ്റേ ഉണ്ടെന്ന് തോന്നുന്നു ആകെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യരുത്. കാരണം നിങ്ങളെ ഇത്ര മാത്രം ഗൗനിക്കാതിരിക്കുകയും മറ്റുള്ളവർക്ക് പലർക്കും അവരുടെ പോപ്പുലേഷൻ്റെ ഇരട്ടിയോളം വരുന്ന സീറ്റ്സ് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യരുത്, ഇത് നിങ്ങളുടെ ഡെത്ത് വാറണ്ടാണ്. അങ്ങനെ തന്നെ പറഞ്ഞാണ് 2-3 ദിവസം പോസ്റ്റ് ഇട്ടായിരുന്നു. നന്നായിട്ട് സർക്കുലേറ്റ് ചെയ്ത് പോയൊരു പോസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾഡ് കാസ്റ്റിനോടും ഷെഡ്യൂൾഡ് ട്രൈബിനോടും അല്ലെങ്കിൽ OBC വിഭാഗങ്ങളോടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ നിങ്ങൾ അവഗണിച്ചു പോകുന്ന ഒരു സംവിധാനം കോൺഗ്രസ്സിലുണ്ടെങ്കിൽ അത് അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് വോട്ടിംഗ് ബൂത്തിലാണ്. അതാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇപ്പോഴും അങ്ങനെ വിഘടിച്ചു പോകാതെ ഹിന്ദു അപകടത്തിലാണ്,
ഇന്ത്യ അപകടത്തിലാണ്. ഇത് വലിയൊരു ത്രെറ്റിന് ഫേസ് ചെയ്യാണ്. നമ്മൾ ഇങ്ങനെ വിഘടിച്ചു പോയാൽ അത് വളരെ എളുപ്പത്തിൽ ആ വിഘടനം വാദം ശക്തിപ്പെടും. അത് നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്ന് തന്നെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ പറയുന്നതിന് നേരെ അർത്ഥം വേറെ ഒന്നും കൊടുത്തിട്ട് ചിലരെങ്കിലും, അതായത് നമുക്ക് എന്തോ കിട്ടാത്തത് കൊണ്ടാണ്, നമുക്ക് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമില്ല. ഇപ്പം നമുക്ക് ഐ ഡോണ്ട് വാണ്ട് എനി ഗവർണർഷിപ്പ്, മനസ്സിലായോ? ഇപ്പോൾ ചിലർക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, അപ്പോൾ ഗവർണറായിട്ട് പലരും പോസ്റ്റ് ചെയ്ത് എന്നാ പറഞ്ഞിട്ട്. കാരണം ഒരു ഗവർണറുടെ കൂടെ 4 വർഷം ADC ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം ഒരു ഗവർണർക്ക് ചെയ്യാവുന്ന എക്സിക്യൂട്ടീവ് വർക്ക് വളരെ കുറവാണെന്ന്. തനതായ വർക്ക് അതെല്ലാം ഗവൺമെൻറ്റുകളാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് യാതൊന്നും കാര്യമായിട്ട് ചെയ്യാനില്ല. യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ കുറച്ച് ചെയ്യാമെന്നല്ലാതെ അത് അടങ്ങിയിരിക്കുന്ന അതിൽ യാതൊരു കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഗവർണർ പോസ്റ്റിനെ കുറച്ച് കാണല്ല, അത് ഉന്നതമായിട്ടൊരു പക്ഷേ അത് ചെയ്യുന്ന ജോലിയും ഇപ്പം 4ാം നമ്പർ റാങ്കൊക്കെയാണ്, അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണലി ഹൈ ആണ്, അതൊക്കെയാണ്. പിന്നെ ഏതായാലും ശ്രീ ആനന്ദബോസിനെ പോലെ ഇടയ്ക്ക് മാറിപ്പോകേണ്ട കാര്യമൊന്നും നമ്മൾ ചെയ്യുകയില്ല. ഒരു പോസ്റ്റിൽ ഇത് വന്നിരുന്നെങ്കിൽ ഞാൻ പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, ഇപ്പോഴല്ല ഏത് സമയത്തും. അപ്പോൾ അതുകൊണ്ട് അതൊന്നുമല്ല ഇഷ്യൂ. ഈ ഇഷ്യൂ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ നന്നാകണമെങ്കിൽ എത്ര ക്രിട്ടിസൈസ് ചെയ്താലും ഞാൻ നന്നാകില്ല അമ്മാവ, എന്നെ തല്ലേണ്ട അമ്മാവ, ഞാൻ നന്നാകില്ല എന്ന് പറയുന്നൊരു ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ശത്രുപക്ഷത്ത് നിർത്തുക എന്നുള്ളതല്ലാതെ അതിന് വലിയ ഗുണമുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടില്ല ഒരിക്കലും. അതാണ് ഞാനും കാണുന്നത്. പക്ഷെ അന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താൻ പറ്റുമോ? നമുക്ക് കമ്മിറ്റ്മെന്റ്, ദേശീയതയോട് കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നം ഇങ്ങനെയായി മാറുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് അവർ പറയുന്നതിന് അവരെ മുൻകൂട്ടി അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് പോലെ നമുക്ക് ഇത്ര ആളുമുള്ള അനുഭവങ്ങളിൽ നിന്നും നമുക്കുള്ള ഇൻ്റലിജൻസ് ശേഖരത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനിൽ നിന്നും ഒക്കെ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. നിങ്ങൾ ഇന്ന രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് നമ്മൾ പോവുകയാണ്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ നടത്തുന്ന പല പരിപാടികളും കേരളത്തിൽ വിജയിക്കില്ല. കേരളത്തിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇവിടെ ഉള്ള സ്റ്റൈല് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ ടോട്ടലി വിൽ നോട്ട് വിൻ ഹിയർ. അവിടെ നടക്കുന്നത് ജനങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിച്ചുള്ള പ്രവർത്തനം മാത്രമേ അവർക്ക് ബെനിഫിറ്റ് പ്രോപ്പറായിട്ട് കിട്ടി, അവർക്ക് കിട്ടുമെന്ന് ഉറപ്പാക്കി അങ്ങനെ അവരുമായിട്ട് തോളിൽ കൈയിട്ട് പോയാൽ മാത്രമേ ഇവിടെ വോട്ട് കിട്ടുള്ളൂ എന്നവർക്ക് മനസ്സിലാകണം. അതല്ലാതെ എന്ത് ഷോ നടത്തിയാലും യു വിൽ നോട്ട് ഗെറ്റ് വോട്ട്സ്. അപ്പോൾ അവസാനിപ്പിക്കാം. ഓക്കെ സർ, നന്ദി. ശരി.